ലാലിഗയിലെ ആദ്യ മത്സരത്തിൽ മയോർക്കയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർത്താണ് ബാഴ്സലോണ ഈ സീസണ് തുടക്കമിട്ടത്. റാഫീഞ്ഞ, ഫെറാൻ ടോറസ്, ലെമീൻ യമാൽ എന്നിവരാണ് ബാഴ്സക്കായി ഗോൾ നേടിയത്. ആദ്യ പകുതിയിൽ 2 ചുവപ്പ് കാർഡ് കണ്ടതോടെ മയോർക്ക 9 പേരുമായാണ് മത്സരം പൂർത്തിയാക്കിയത്. 7-ാം മിനിറ്റിൽ റാഫീഞ്ഞയാണ് ബാഴ്സയുടെ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. വലത് വിങ്ങിൽ നിന്നും യമാൽ നൽകിയ ക്രോസിന് തലവെച്ച് താരം ബാഴ്സയ്ക്ക് ലീഡ് നൽകി. യമാലിന്റെ ക്രോസിന് മുമ്പ് പന്ത് ത്രോ ലൈൻ കടന്നെങ്കിലും റഫറി വിസിൽ ചെയ്യാതെ ഇരുന്നത് വിവാദങ്ങൾക്ക് കാരണവുമായി. ബാഴ്സയുടെ 2-ാം ഗോളിലും വിവാദങ്ങളുടെ സ്വരമുണ്ടായിരുന്നു. മയോർക്ക താരം വീണുകിടക്കെ ഫെറാൻ ടോറസ് ഗോൾ നേടിയതാണ് ആരാധകരെ ചൊടിപ്പിച്ചത്. 33-ാമത്തെ മിനിറ്റിൽ ലെമീൻ യമാലിനെ വീഴ്ത്തിയതിന് മനു മോർലാൻഡ്സ് 2-ാം മഞ്ഞക്കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ ഇടവേളയിൽ ജോൺ ഗാർഷ്യയെ ഫൗൾ ചെയ്തതിനും ഒരിക്കൽ കൂടി പുറത്തായതോടെ മയോർക്ക 9 പേരിലേക്ക് ചുരുങ്ങി. ഇഞ്ചുറി സമയത്താണ് യമാലിന്റെ മനോഹരമായ ഗോൾ പിറന്നത്. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിയ ജോൺ ഗാർഷ്യയും റാഷ്ഫോർഡും ബാഴ്സയ്ക്ക് വേണ്ടി ലാലിഗയിൽ അരങ്ങേറുകയും ചെയ്തു. 3 ഗോളിന്റെ തകർപ്പൻ ജയത്തോടെ ലാലിഗയിൽ ബാഴ്സ ഈ സീസണ് തുടക്കമിടുകയും ചെയ്തു.